ഹായ് ഗായ്സ്, നമുക്കിന്നൊരു ഡെസേർട്ട് സഫാരി പോയാലോ? ഇതാണ് നമ്മുടെ റസാഖി ചേട്ടൻ. ചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ സാരഥി. ഇതാണ് ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ്. എല്ലാവരും റെഡിയാണ്. ഞങ്ങളുള്ളത് ഇപ്പോൾ ഷാർജയിൽ നിന്നാണ്. ഷാർജയിൽ ഏകദേശം ഒരു മണിക്കൂറോടത്തോളം യാത്ര ചെയ്തിട്ടാണ് ഈ മരുഭൂമിയിലേക്ക് നമ്മൾ വന്നത്. ഇവിടെ വന്നതിന് ശേഷം റസാഖി ചേട്ടൻ ടയറിൻ്റെ പ്രഷർ ഒത്തിരി കുറച്ചു. അതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ടൂൾ ഉണ്ട് ചേട്ടൻ്റെ കയ്യിൽ. എങ്കിൽ മാത്രമാണ് നമ്മൾ സേഫായിട്ടും നല്ല സ്മൂത്തായിട്ടും മണലിക്കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു സംഭവം ഇത് ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളി പരിപാടിയാണ്. മണലിൻ്റെ മുകളിലേക്ക് കുത്തനെ കയറി അവിടെ നിന്ന് നമ്മൾ നൈസായിട്ട് താഴേക്ക് ഇറങ്ങി മണലൊക്കെ ഇങ്ങനെ പാറിച്ച്. സിനിമയിൽ മാത്രമാണ് നമ്മളിത് കണ്ടിട്ടുള്ളൂ, പക്ഷെ നേരിട്ട് അനുഭവിച്ചപ്പോൾ ഇത് വല്ലാത്തൊരു ഫീലായിരുന്നു. എപ്പോഴെങ്കിലും ദുബായിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു ഇത്. നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലേക്ക് പോയി, അതുപോലെ തന്നെ തിരിച്ച് അവിടെ നിന്ന് പോന്നു. പിന്നെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓൾമോസ്റ്റ് ഛർദ്ദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങളിത് നിർത്തിയത്. പിന്നെ മരുഭൂമിയിൽ വൈൽഡായിട്ടുള്ള ഒട്ടകങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മുകളിൽ ചെന്നിട്ടുള്ള ഒരു കുറേ ഫോട്ടോഷൂട്ട്. അത് എയറിൽ നിൽക്കുന്നതും ചാടുന്നതും ഒക്കെ ആയിട്ട് റസാഖേട്ടൻ ഞങ്ങൾക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. കുട്ടികൾക്കും അമ്മച്ചിക്കും എല്ലാവർക്കും ഒരു പ്രത്യേക എൻജോയ്മെൻ്റ് ആയിരുന്നു ആ ദിവസം. ഏകദേശം ഒരു 2-3 മണിക്കൂറോടത്തോളം മണലിൻ്റെ മുകളിലൊക്കെ സാൻഡോംസിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ക്യാമ്പിലേക്ക് പോയി. ആ ക്യാമ്പിൻ്റെ വീഡിയോ ഞാൻ മറ്റൊരു എപ്പിസോഡിൽ ഇറക്കുന്നുണ്ട്. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. താങ്ക് യു.